നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു കുഷ്യൻ ഉണ്ടാക്കുന്നതാണ്. അതിനായിട്ട് നമ്മൾ ആദ്യമേ ഒരു എംബ്രോയിഡറി ഡിസൈൻ ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നമുക്ക് ആദ്യം ഒരു സ്ക്വയർ സമചതുരാകൃതിയായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് വേണ്ടത്. അതിനെ നമ്മൾ കറക്റ്റ്, അതായത് രണ്ട് വശം ടോപ്പ് സൈഡും ബാക്ക് സൈഡും ഫോൾഡിങ് ചെയ്തിട്ടാണ് നമ്മൾ ഇടുന്നത്. അതിനുശേഷം ഏകദേശം സിബ് വയ്ക്കേണ്ട ഭാഗത്തേക്ക് നമ്മൾ കണ്ടിട്ട് നമ്മൾ തുണി ഫോൾഡ് ചെയ്യാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഫ്രണ്ട് സൈഡിലത്തെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് എംബ്രോയിഡറി ഈ ഫാബ്രിക്കിൽ പാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെൻറ്റർ മാർക്ക് കാണുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് മെഷീൻ എംബ്രോയിഡറി ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് പ്രത്യേകം കാണാൻ എല്ലാവരും ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മൾ ഏകദേശം മെഷീൻ്റെ ഫാബ്രിക്, അതായത് എംബ്രോയിഡറിയുടെ സെൻറ്റർ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് എംബ്രോയിഡറി ചെയ്യേണ്ടതെന്ന് നോക്കാം. മെഷീൻ എംബ്രോയിഡറി, അതിനായിട്ട് നമ്മൾ ഇപ്പോൾ എംബ്രോയിഡറി ചെയ്ത സെയിം നൂലാണ് ഞാനിവിടെ മെഷീനിൽ തയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. 6 നൂലിൻ്റെ ത്രെഡ് തന്നെയാണ് നമ്മൾ ഈ ബോബിനിൽ ചുറ്റി കൊടുക്കുന്നത്. ഒരു ഏകദേശം ടൈറ്റിൽ നമ്മളിങ്ങനെ ടൈറ്റായിട്ട്, നല്ല ടൈറ്റ് ആവണ്ട, എന്നാൽ ഒരു മീഡിയത്തിൽ നൂലങ്ങോട്ട് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് നൂല് ചുറ്റിയതിന് ശേഷം അധികം ബൾജ് ചെയ്ത് നിൽക്കരുത്, അപ്പോൾ സ്റ്റിച്ച് ശരിയാവില്ല. ഇനി നമുക്ക് സാധാരണ മെഷീൻ നൂല് ഉപയോഗിച്ചിട്ട് ഇതിൽ അടിച്ചു കൊടുക്കണം. അതിനു മുന്നേ നമ്മൾ വെച്ചിരിക്കുന്ന എംബ്രോയിഡറി ഡിസൈൻ കറക്റ്റ് പൊസിഷൻ അല്ലെന്ന് ചെക്ക് ചെയ്യുക. അതിനായിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു നീഡിൽ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് 2 സൈഡിലത്തെയും വിടുത്ത് ചെക്ക് ചെയ്യാണ് ചെയ്തത്. ഇനി നമ്മൾ സാധാരണ മെഷീൻ നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഈ ഇമേജ് ഇതിൽ നിന്ന് ഇളകി പോകരുത്, മീൻസ് ഷെയ്ക്ക് ആവരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് റഫായിട്ട് സെയിം ഫാബ്രിക്കിൻ്റെ കളറിൽ തന്നെ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എംബ്രോയിഡറി ചെയ്യുമ്പോൾ ബോബിനിലാണ് എംബ്രോയിഡറി ത്രെഡ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പ് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ കൂടെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുക. അപ്പോൾ ബാക്ക് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മാർക്ക് വേണം. ആ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെയിം ഫാബ്രിക് കളറിൽ തന്നെ ചെയ്യുന്നത്. നമ്മളിത് സിമ്പിളായിട്ട് നമുക്കിത് പാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാച്ച് ചെയ്യണത് എന്താണോ അതിൻ്റെ എഡ്ജ് വശം ഒന്ന് അയൺ ചെയ്താൽ മതി. നമ്മളിപ്പോൾ ബോബിൻ മാറ്റിയിട്ട് എംബ്രോയിഡറി ചെയ്യേണ്ട ബോബിൻക്ക് ഇടാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബോബിനിൽ നൂല് സ്യൂട്ടാണോ, അതായത് ഒന്ന് നൂല് വലിച്ചു നോക്കാം. നൂല് നല്ല ഫ്ലോയിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് കംപ്ലൈൻറ്റ് വരും. ഇനി നമ്മൾ തുണി മറച്ചിട്ടിട്ട് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബോബിനിൽ ഓൾറെഡി കേസിൽ ഓൾറെഡി ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ മെഷീനിൽ സ്ട്രൈറ്റ് ലൈൻ അടിക്കുന്ന മാതിരി അടിച്ചു പോവാണ് വേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് എങ്ങനെയാണ് എംബ്രോയിഡറി, അതായത് ബാക്കിൽ ബാക്ക് സ്റ്റിച്ച് പോലെ വന്നിട്ടുള്ളത് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും എല്ലാവർക്കും. നമുക്കിത് എങ്ങനെയാണ് നെക്കിൽ ഡിസൈൻ ചെയ്യണതെന്ന്, അല്ലെങ്കിൽ ചുരിദാറിൽ ഡിസൈൻ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ അടുത്തൊരെണ്ണം ഇടുന്നതായിരിക്കും. ഇത് പെർഫെക്റ്റ് ആയിട്ട് ബാക്ക് സ്റ്റിച്ചിൻ്റെ ലുക്കിലാണ് നമുക്ക് ഈ മെഷീൻ എംബ്രോയിഡറി കിട്ടുക. നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഇനി നമുക്ക് സിബ്ബാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. സിബ്ബ് സാധാരണ സിബ്ബാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കതിനായിട്ട് 2 എഡ്ജിലും ഈ സിബ്ബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോൾഡിങ് ചെയ്തിട്ട് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്യുമോ, അല്ലെങ്കിൽ കൈകൊണ്ട് ഒന്ന് ജസ്റ്റ് ഉറച്ചു കൊടുത്താൽ മതി. ഏകദേശം സിബിൻ്റെ ഒരു പോർഷനിൽ തയ്ക്കാനുള്ള ഭാഗം വിട്ടിട്ട് അങ്ങോട്ട് ഫോൾഡ് ചെയ്തിട്ട് അയൺ ചെയ്യാം. അല്ലെങ്കിൽ കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. നമുക്ക് വെറും 3 മിനിറ്റ് കൊണ്ട് ഈ കുഷ്യൻ ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു സൈഡാണ് തയ്ച്ചത്. ഒരു സൈഡ് ജസ്റ്റ് ഇത് ഏത് സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് സിമ്പിളായിട്ട് നമുക്ക് ഈ കുഷ്യൻ തയ്ക്കാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ 2 സൈഡിലും സിബ് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, എംബ്രോയിഡറി അങ്ങനത്തെ എന്തെങ്കിലും പാച്ച് നമുക്ക് ഏത് പോർഷനിലാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ടിട്ട് വേണം സിബിൻ്റെ പൊസിഷൻ നിർണ്ണയിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം
ഏതെങ്കിലും ഭാഗത്ത് വെച്ചിട്ട് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല പാച്ചാണ് വെക്കുന്നുണ്ടെങ്കിൽ അത് ചില സമയത്ത് മാറിപ്പോവും. ചിലപ്പോൾ ബാക്ക് സൈഡിലേക്കായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ച ഫാബ്രിക് വരാം. ഇപ്പോൾ ഞാനിവിടെ സ്ക്വയറിൽ പാച്ച് ചെയ്തു, അതായത് എംബ്രോയിഡറി പാച്ചാണ് ചെയ്തത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒന്ന് പ്ലെയിൻ കളറാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിലായിട്ട് വല്ല പ്രിൻ്റഡ് ആയിട്ടുള്ള ഫാബ്രിക് ഒന്ന് അടിച്ചു കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒക്കെ നല്ല ഭംഗി ഉണ്ടാവും. ഇപ്പോൾ നമ്മളിവിടെ സിബ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് അടിക്കുക എന്നാണ് നമുക്ക് അടുത്ത് വേണ്ടത്. സൈഡ് അടിക്കാനായിട്ട് നമ്മൾ നേരെ ഉൾട്ടാണ് ഇടുന്നത്. ഇപ്പോൾ നമുക്ക് ഏകദേശം പിക്ചറൊക്കെ സെൻറ്ററിൽ വന്നിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ഉൾട്ട ഇടാം. അതിനായിട്ട് ഞാനിപ്പോൾ ഈ ഇമേജ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഉൾട്ട തിരിച്ചിട്ടു. ആ യെല്ലോ മാർക്ക് ചെയ്തത് അതിന് വേണ്ടിയിട്ടായിരുന്നു, കറക്റ്റ് പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി സിബ് കുറച്ചൊന്ന് പിടിച്ചിട്ടൊന്ന് അവിടെ തയ്ച്ചു കൊടുക്കുകയാണ്. കാരണം ഇത് ആ ഓപ്പണിങ് ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ കറക്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് ആദ്യമേ അവിടെ തയ്ച്ചിട്ടെന്ന്. അതിനുശേഷം സൈഡിൽ കൂടെ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിബ് ഇരിക്കുന്ന ഭാഗത്ത് ഒന്നിൽ കൂടുതൽ സ്റ്റിച്ച് ഇടുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ എങ്ങാനും വലിച്ചിലെങ്ങാനും അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ സിബിൻ്റെ ആ സൈഡിലൊന്ന് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുക, ആ ഭാഗത്ത് മാത്രം ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു നല്ല സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് ഇങ്ങനെ സിബ് ഊരുമ്പോഴും തുറക്കുമ്പോഴും അവിടെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ സിബ് എപ്പോഴും തയ്ക്കുമ്പോൾ ഒരു ചെറിയതായിട്ട് സിബ് ഒന്ന് തുറന്നിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഏകദേശം കുഷ്യൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം വളരെ 3 മിനിറ്റ് 4 മിനിറ്റ് നമുക്ക് വേണ്ടി വന്നിട്ടുള്ള ഈ കുഷ്യൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ എംബ്രോയിഡറി ചെയ്തെടുത്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വല്ല പ്രിൻറ്റഡ് ഫാബ്രിക്കോ ഇപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും എടുക്കാവുന്നതാണ്. ഇപ്പോൾ പ്രിൻറ്റിങ് ലെവൽ പ്ലെയിൻ കുഷ്യൻ ആയാലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പഞ്ഞി നിറയ്ക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഫൈബറിൻ്റെ കുറച്ച് പഞ്ഞി എടുത്തിട്ടുണ്ട്. നമുക്ക് പഞ്ഞിയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള തുണികൾ, കോട്ടൺ തുണി അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് നന്നായിട്ട് സ്ക്വയർ ആയിട്ട് അല്ലെങ്കിൽ ചീളായിട്ട് കട്ട് ചെയ്തതിന് ശേഷമായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ പഞ്ഞിയുള്ള കാരണം ഞാൻ പഞ്ഞി നിറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുഷ്യൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എംബ്രോയിഡറി ചെയ്ത വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ കുഷ്യൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഏവർക്കും നമ്മുടെ ഇന്നത്തെ കുഷ്യൻ മേക്കിംഗ് വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. അധികം സമയം വേണ്ട, വെറും 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു കുഷ്യൻ തയ്യാറാക്കുന്നതാണ്. നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുന്നു, അതേപോലെ തന്നെ എംബ്രോയിഡറി ചെയ്യുന്നു. അതായത് നമ്മുടെ വീട്ടിലുള്ള മെഷീനിൽ എങ്ങനെയാണ് എംബ്രോയിഡറി ചെയ്യുക, ഹാൻഡ് എംബ്രോയിഡറി നൂല് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടത്. ഏവർക്കും ഞാൻ ഈ വീഡിയോ ഇഷ്ടമായി. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. See you in another video. Bye.